ഫസ്റ്റ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ആർക്കിടെക്ചർ ഫുള്ള് ഇരിക്കാനായിട്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് തേർഡ് ഡേ ഓഫ്, അതായത് തേർഡ് ഡേ എന്നല്ല, രണ്ടാമത്തെ ദിവസം ഓഫ് കൾച്ചർ. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന തലേ ദിവസത്തെ കുറച്ച് പ്രാക്ടീസ് പരിപാടികളാണ്. ഇവിടെ ഡ്രസ്സും കോസ്റ്റ്യൂംസും അങ്ങനെ എല്ലാ അക്സസറീസും നമ്മളെല്ലാം റെന്റിന് എടുത്തേക്കുക. അങ്ങനെ ഞാൻ ഓരോന്നായിട്ടിങ്ങനെ നോക്കുക, പിള്ളേരതൊക്കെ ഇട്ട് ചെക്ക് ചെയ്യും, ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് നമ്മൾ പ്രാക്ടീസിങ് റൂം ആട്ടോ. അന്ന് നൈറ്റ് ഞാൻ ഒന്ന് പോയി കണ്ടതാ. ഇത് പാതിരാത്രി നടന്ന കുറെ സംഭവങ്ങൾ. ഇത് 1 മണിക്ക് ശേഷം ആട്ടോ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി. അപ്പൊ അവിടെ പിള്ളേര് ഓർണമെന്റ്സ് ഇട്ട് നോക്കുകയും ഡ്രസ്സ് ഇട്ട് റിഹേഴ്സൽ ചെയ്യുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 2 രീതിക്കുള്ള പ്രോഗ്രാം നാളെ നടക്കാൻ പോണം. അതായത് ഔട്ട് ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും ഓഫ് സ്റ്റേജും ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് നടക്കാൻ പോണത്. അങ്ങനെ ഓഫ് സ്റ്റേജിനുള്ള പ്രിപ്പറേഷനും ഓൺ സ്റ്റേജിനുള്ള പ്രിപ്പറേഷനും ഒരേ രീതിക്ക് നമ്മുടെ പിള്ളേർ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിള്ളേർ പക്കായിരുന്നു. ഏതിലൊക്കെ റെഡി കുളിച്ചോ? ഗൈസ്, ഇതാ അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കൾച്ചർ, അല്ലെ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഓൺ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കാൻ പോണ സ്ഥലം. ഇതൊക്കെ ഓഫ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. രംഗോളി മത്സരം ഉണ്ടായിരുന്നു, നമ്മുടെ ടീമിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോട്ട് പെയിന്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെന്താ മെഹന്തി ഉണ്ടായിരുന്നു, ഹെയർ ഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓഫ് സ്റ്റേജ് പരിപാടികൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആർക്കിടെക്ചർ കോളേജ് വെച്ചായിരുന്നു നമ്മുടെ ഓൺ സ്റ്റേജ് പ്രോഗ്രാം. അതിന്റെ ഇടയിൽ കൂടെ ഇന്നലെ ബാക്കി വെച്ച ബാഡ്മിന്റൺ അത് കണ്ടിന്യൂ ആക്കിയിട്ടുണ്ട്. നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ പോയി നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലോട്ടാട്ടോ. പിള്ളേരെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് പ്രോഗ്രാം ഉണ്ട്, ഗ്രൂപ്പ് കണക്ക്, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ ഫോക്ക്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പായിട്ടുള്ള പ്രോഗ്രാംസ് ഇന്ന് നടപ്പുണ്ട്. നാളെ കുറച്ച് പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. അതുപോലെ സോളോ, സിംഗിൾ, വെസ്റ്റേൺ, അങ്ങനെ നാളെ കുറച്ച് പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മള് ജയിക്കൂലേ? പറ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കൾച്ചറിലാണ്. അപ്പൊ നമുക്കൊന്ന് റെഡി ആവാം. ഇന്ന് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു വൈറ്റ് ഡ്രസ് ആട്ടോ. ആദ്യം ഞാൻ റെഡ് എടുത്തായിരുന്നു. റെഡിലെ സൺഫ്ലവർ വരുന്ന ഉടുപ്പൊക്കെ ഇട്ട കുറച്ച് ഓവറല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പീസ്ഫുൾ ആയിട്ട് വൈറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ബാഗ് ആട്ടോ ഞാൻ പെയർ ചെയ്യുന്നത്. തേർഡ് ആണ്, ഇതാണ് ലാസ്റ്റ് ഡേ കൾച്ചറൽസിന്റെ സെക്കൻഡ് പാർട്ട്. ആൻഡ് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ക്യാൻറ്റീനിൽ പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. ഇതാട്ടോ നമ്മുടെ ക്യാൻറ്റീൻ. നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിച്ചേക്കാം. തവാർ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട് തരാം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് കൾച്ചറിലാണ്. നമ്മൾ ജയിക്കും. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് മാത്രമേ എനിക്ക് പിന്നെ കുഞ്ഞു പിള്ളേരെ കിടക്കി കാണിക്കുന്നു. അപ്പൊ നമുക്ക് നമുക്ക് സ്ട്രേറ്റ് ഓൺ സ്റ്റേജ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മൾ നേരെ ചെന്ന ഡ്രസ്സിംഗ് റൂമിലോട്ടാ. അവിടെ പിള്ളേർ സോളോ പെർഫോമൻസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുക്കൂട, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം പിള്ളേരുടെ അറേഞ്ച്മെന്റ് ആട്ടോ. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചു നേരം
പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ട് തന്നായിരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മളെ ജഡ്ജിന്റെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബോറടിച്ചിരിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കുറെ നേരമായി പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നല്ല ലാഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ജഡ്ജ് എന്ന് വെച്ചാൽ ഒരു ഡാൻസിങ് സ്കൂൾ നടത്താണ് ചെന്നൈയിൽ. അങ്ങനെ ആളോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കായിരുന്നു. ആള് ഞങ്ങളെ മലയാളം പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നല്ല രീതിക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഫസ്റ്റ് സോളോ ഡാൻസും സോളോ സിംഗിങ്ങും ആയിരുന്നു. കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ കൊച്ചിന്റെ ആയിട്ട് ആളോട് ഫുൾ പവറാണ്. അങ്ങനെ ജഡ്ജിനെ വരെ തോൽപ്പിച്ച് ജഡ്ജ് വരെ അന്തം വിട്ട് നിൽക്കുന്ന രീതിയിൽ കൊച്ചു സ്റ്റേജിൽ കയറി കളിച്ചിട്ട് പിന്നെ നമ്മുടെ ഓഫ് സ്റ്റേജിൽ വന്ന് കളിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം മൈമ തുടങ്ങാറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. മൈമ കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ പ്രോഗ്രാം ഫാഷൻ ഷോയാ. ഈ കാണുന്നതെല്ലാം പിള്ളേർ കൈകൊണ്ട് വരച്ച ഡിസൈൻസ് ആട്ടോ. നമ്മളിവിടെ കാണിക്കുന്ന 15 കലാരൂപങ്ങളാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന രംഗം എന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സംഭവമാണ്. എല്ലാരും ഭയങ്കര ഹാപ്പി ആട്ടോ. ആര് ജയിച്ചു തോറ്റെന്നുള്ള ഒരു കാര്യമില്ല, എല്ലാരും ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സർട്ടിഫിക്കറ്റും മെഡലൊക്കെ. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ പരിപാടി ഇതോടുകൂടി തീരുകയാണ്. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.